അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ഹോം സീരീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് പ്ലാനിങ്ങിനെ കുറിച്ചായിരുന്നു. ഒക്കെ നമ്മൾ ഹോം മാനേജ്മെൻറ്റ് വീട്ടിൽ നല്ല അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്ലാനർ യൂസ് ചെയ്യുക, അതുപോലെ നല്ല ശീലങ്ങളും നല്ല ജീവിത രീതികളും അതുപോലെ തന്നെ ഇതൊക്കെ നന്നായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അടുക്കും ചിട്ടയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കില്ലാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമ്മളത് ശീലിക്കണം. അപ്പോൾ ശീലിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഡെയിലി നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ നമ്മളെ സ്കിന്ന് ഗ്ലോ ആവും, നല്ല ഹെൽത്ത് ഉണ്ടാവും അല്ലേ. മൊത്തത്തിൽ നമുക്കത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അത് അങ്ങനെ ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഒന്ന് കണ്ടു നോക്കുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലോ അതിലേറെ സന്തോഷമല്ലേ അത് പ്രാക്ടിക്കലാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതിനുള്ള മനസ്സിൻ്റെ തയ്യാറെടുപ്പാണ് ആദ്യം വേണ്ടത്. അപ്പം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് വിൽ പവർ കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊന്ന് മറ്റുള്ള നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം ഹോം മാനേജ്മെൻറ്റിൻ്റെയോട് അനുബന്ധിച്ചിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, എല്ലാം ഒരാൾക്ക് ചെയ്താലൊന്നും എത്തിപ്പെടില്ല. ആ വീട്ടിലത്തെ മെയിനായിട്ട് ആരാണോ അവരായിരിക്കും വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുക. പക്ഷെ എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ള കാര്യം. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വീട് സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ വീട്ടിലത്തെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അവർക്ക് വേണ്ട ആവശ്യങ്ങളും അതേപോലെ ഇപ്പോൾ ഫുഡിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നന്നായി അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ പ്ലാൻ ചെയ്യുക. അവരെ കൊണ്ടും കുക്ക് ചെയ്യിപ്പിക്കാം. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതും ചെയ്യാമല്ലോ. അപ്പോൾ ഹസ്ബൻഡിന് ടേൺ ഓവേഴ്സ് എടുക്കാം. നല്ല ഇഷ്ടമുള്ള കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് കുക്ക് ചെയ്യാം, മക്കൾക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ലൈഫിൽ നല്ല മെമ്മറീസും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പണികളും സ്ട്രെസ് ഫ്രീ ആക്കാൻ. ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് എല്ലാം ഒരാളെന്നെ ചെയ്ത് അത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പണിയാക്കി മാറ്റാതെ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ ഇപ്പം എന്ത് സാധനങ്ങൾ ഇപ്പോൾ നമ്മളതൊക്കെ ഇനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് മറ്റുള്ളവർക്ക് അറിയില്ല നമ്മളത് എവിടെ വെച്ചു എന്നുള്ളത്. അപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി വന്നില്ലേ. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് നോക്കാം. അതുപോലെ എല്ലാവരെയും ഇത് ശീലിപ്പിക്കുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ മക്കളൊക്കെ നമ്മളെ തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി അവരും ഈ ശീലങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് ഇപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ തന്നെ ഓരോ പണികളും ഇപ്പം വീട്ടിലുള്ള എന്ത് പണിയാവട്ടെ എല്ലാവർക്കും അവരവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പണികളൊക്കെ അവരെ കൊണ്ടും ശീലിപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും അത് മടക്കി വെക്കാനും. ഇപ്പം ഡ്രസ്സ് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മടക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം കുറേ മെമ്പേഴ്സുള്ള വീടാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നല്ല ഭംഗിയിൽ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പണിയായി. അപ്പോൾ അത് കുട്ടികളുടെ ആണെങ്കിൽ അവർക്ക് കൊടുക്കുക, അങ്ങനെ മുതിർന്നവരാണെങ്കിൽ അവരവർ ചെയ്യുക. അങ്ങനെ ഓരോരുത്തരുടേതായ ഒരു ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ പണികളും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പണി കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ഈ സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറാണ്. അത് ഓരോരുത്തരും എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് അധികം സമയം കിട്ടണം. അപ്പോൾ എവിടെയാണ് നമ്മൾ സമയം പോകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഉറങ്ങിയിട്ടായിരിക്കാൻ പോകുന്നുണ്ടാവുക. രാവിലെ നേരത്തെ ഉറങ്ങുക, എഴുന്നേൽക്കുക, അതേപോലെ രാത്രി പെട്ടെന്ന് കിടന്ന് ഉറങ്ങാനും കാരണം നല്ലൊരു സ്ലീപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഉന്മേഷത്തോടു കൂടി രാവിലെ എണീക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെന്തൊക്കെ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് രാവിലെ ഏർലി മോർണിംഗ് എങ്ങനെ എണീക്കണം എന്നുള്ളത്. അതിൻ്റെ ഒരു ലിങ്കൊക്കെ ഞാനിവിടെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അപ്പോൾ നമുക്ക് സമയം കിട്ടാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് ഇത് മോർണിംഗിൽ നിങ്ങളെപ്പോഴാണ് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു സമയം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് രാവിലെ എന്ന് പറയുന്ന സമയം ഭയങ്കര പീസ്ഫുള്ളും കുറച്ചും കൂടി ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ്. നമുക്ക് ആ ഒരു സമയത്ത് വലിയ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ല, നിശബ്ദതയോട് കൂടിയിട്ട് എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അതൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ആ ഒരു സമയം നേരത്തെ എണീറ്റ് ആ ഒരു നല്ല മോർണിംഗിൻ്റെ പിന്നെ ഒരു ഫ്രഷ്നെസ് ആണല്ലോ, രാവിലെ എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തരിക. അപ്പോൾ അത് നന്നായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ പെട്ടെന്ന് ഡിന്നറൊക്കെ കഴിച്ച് നേരത്തെ ഉറങ്ങാനും ശീലിക്കുക. എന്നാലാണ് രാവിലെ നമുക്ക് ഹെൽത്തി ആയി നല്ല ഉന്മേഷത്തോടു കൂടി എണീക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് നമുക്കിന്ന് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മനസ്സിൽ വെക്കാൻ, ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയം എങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു, അതൊരു സ്കില്ലാണ്, നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മളത് ചെയ്യുന്നത് അത്രത്തോളം പല കാര്യങ്ങളിലും ഒബ്സർവ് ചെയ്ത് ചെയ്യുന്തോറും അത് നന്നായി വരുള്ളൂ. ടൈം എങ്ങനെ മാനേജ് ചെയ്യുക, പല കാര്യങ്ങളിലായിരിക്കും പലരും പല ടെക്നിക്സും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ നാളെ ചെയ്യാം, നാളെ തുടങ്ങാം എന്നുള്ള ആ ഒരു രീതി മാറ്റി അപ്പം ചെയ്യാൻ തുടങ്ങാം. എപ്പോഴാണോ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണത് അതിനിങ്ങനെ സമയം മാറ്റി വെക്കാതെ, അല്ലെങ്കിൽ ഒരു നല്ല സമയം വരട്ടെ എന്നിട്ട് ഞാൻ തുടങ്ങാം എന്നുള്ളതൊന്നും ചിന്തിക്കാതെ അപ്പം അങ്ങ് തുടങ്ങുന്നേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.